നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഡോക്ടർ താലിബ് അബ്ദുൽ മുഹസിൻ എന്ന് പറയുന്ന എക്സ് മുസ്ലിം ഇന്നലെ ജർമ്മനിയിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി, തൻ്റെ BMW ഓടിച്ചു കയറ്റി 5 പേരെ അതിദാരുണമാംവിധം കൊല ചെയ്യപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ജർമ്മനിയിൽ മുസ്ലിങ്ങൾക്ക് വളരെ വലിയ പരിഗണന ലഭിക്കുന്നു, ജർമ്മനി ഇസ്ലാമികവത്കരിക്കപ്പെടുന്നു, തങ്ങളെപ്പോലെ മതം വിട്ട് ജർമ്മനിയിലെത്തിയ എക്സ് മുസ്ലിങ്ങളെ ജർമ്മനി പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തങ്ങൾ സന്നദ്ധരാണ്, എന്ത് കോൺസിക്വൻസും നേരിടുവാൻ തയ്യാറാണ്, അതിൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് താൻ ഈ ആക്രമണം നടത്തുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം സൗദിയിൽ നിന്ന് അവിടെ മതവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ പേരിൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു വെബ്സൈറ്റ് നടത്തുന്നുണ്ട്, VR സൗദിയ. മാത്രമല്ല, അദ്ദേഹം മതം വിട്ട ആളാണെങ്കിലും കേരളത്തിലെ ആരിഫ് ഹുസൈനും ജാമിദിയ ടീച്ചറുമൊക്കെ മതമില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് RSSൻ്റെയും സംഘ് പരിവാരത്തിൻ്റെയും വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ തന്നെ ഇദ്ദേഹവും ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ ജർമ്മനിയിലെ RSSന് തുല്യമായ ആ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. അപ്പോൾ നമുക്ക് ഈ എക്സ് മുസ്ലിങ്ങളുടെ എമുക്കളുടെയൊക്കെ ഒരു അന്തർധാര മനസ്സിലാക്കാം. അതുപോലെ തന്നെ അദ്ദേഹം VR സൗദിയ എന്ന് പറയുന്ന സൗദിയിൽ നിന്ന് പരമാവധി ആളുകളെ മതത്തിൽ നിന്ന് ചാടിച്ച് തങ്ങളുടെ ഒപ്പം നിർത്തി അവരെ പ്രോത്സാഹനം അല്ലെങ്കിൽ യൂറോപ്പിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്ത് യൂറോപ്പിലെത്തിക്കുന്ന ഒരു സൈബർ ഇടം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. VR സൗദിയ എന്നാണ് പേര്. ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം, നമ്മൾ ഈ സംഭവം പഠിക്കുമ്പോൾ കേരളത്തിലെ സമകാലിക എക്സ് മുസ്ലിംസും ഈ ഡോക്ടർ താലിബ് അബ്ദുൽ മുഹസിൻ എന്ന് പറയുന്ന ജർമ്മനിയിൽ ഇന്നലെ 5 പേരെ കാർ കയറ്റി കൊന്ന എക്സ് മുസ്ലിമും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം VR സൗദിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ ഇസ്ലാം മതത്തിലുള്ള ആളുകളെ മതവിരുദ്ധരാക്കി എക്സ് മുസ്ലിം ആക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ എക്സ് മുസ്ലിംസും ഇത്തരം സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വെബ്സൈറ്റുകൾ പരമാവധി ആളുകളെ മതത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് തങ്ങൾക്കൊപ്പം നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ വ്യക്തമായ സ്പോൺസർഷിപ്പ്, ഫണ്ട്, പൈസ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഞാനീ പറയുന്നത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഫീന ബീബി എന്ന് പറയുന്ന ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ ആരിഫ് ഹുസൈൻ്റെയും ജാമിദിയ ടീച്ചറുടെയും ലിയാഖത്ത് ഒക്കെ ഒപ്പമുണ്ടായിരുന്ന സഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരുടെ യൂട്യൂബിൽ കൂടി ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിൻ്റെ വോയിസ് ശബ്ദരേഖ പുറത്തുവിടുകയുണ്ടായി. ഈ ലിയാഖത്ത് അലി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് കേരളത്തിലെ പ്രമുഖനായ എക്സ് മുസ്ലിമും യമുവുമായ ആരിഫ് ഹുസൈനെതിരെയാണ്. അദ്ദേഹം പറയുന്നത് അഷ്കർ ഹുദവി എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, അഷ്കർ ഹുദവി എന്ന് പറയുന്ന ഹുദവി ബിരുദത്തിന് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് യമുക്കൾക്കൊപ്പം എക്സ് മുസ്ലിംസിനൊപ്പം ചേരുകയായിരുന്നു. അദ്ദേഹം എക്സ് മുസ്ലിം ആകുന്നതിന് കാരണം അദ്ദേഹത്തിന് ഹുദവി ബിരുദത്തിന് ചേരുവാൻ അല്ലെങ്കിൽ പഠിച്ച് മതപണ്ഡിതനാകുവാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ഹുദവി ബിരുദത്തിന് പഠിക്കാൻ ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ പഠിച്ച് അല്ലെങ്കിൽ വിദേശത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്യുകയായിരുന്നു. വിദേശമെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യവും ആഗ്രഹവും. അപ്പോൾ അദ്ദേഹം എക്സ് മുസ്ലിം ആകുന്നതിന് വേണ്ടി ഹാരിഫ് ഹുസൈൻ്റെ സംഘം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, അദ്ദേഹം എക്സ് മുസ്ലിം ആയാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ എത്തിക്കാമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ അഷ്കർ ഹുദവി എന്ന് പറയുന്ന ഈ മതപണ്ഡിതനാകാൻ പഠിച്ച ഈ ചെറുപ്പക്കാരൻ എക്സ് മുസ്ലിം ആകുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു ആരോപണം കൂടി ഉന്നയിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ലിയാഖത്ത് അലി തൻ്റെ ശബ്ദരേഖയിൽ പറയുന്നത്. ആരോപണമെന്ന് വെച്ചാൽ താൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ചില അധ്യാപകർ തന്നെ ഹോമോസെക്സ്വൽ എന്ന് വെച്ചാൽ ലൈംഗിക വൃദ്ധിക്ക് ഉപയോഗിച്ചു എന്ന ഒരു പ്രസ്താവന കൂടി ഈ അഷ്കർ ഉദവിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ ആരിഫ് ഹുസൈൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് മാറി ആരിഫ് ഹുസൈനും സംഘവും. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന ഉസ്താദക്കന്മാർ അവർ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനോ എതിരപ്പീൽ പോകാനോ ഒക്കെ ശ്രമിച്ചേക്കാം. അപ്പോൾ തങ്ങൾ പറയുന്ന കാര്യം കോടതിയിൽ തെളിയിക്കാൻ പറ്റില്ല എന്ന ഒരു ധാരണ അവർക്ക് തന്നെ വന്നതുകൊണ്ട് അവരിത്തരം ആരോപണങ്ങളിൽ നിന്ന് പിന്മാറി എന്നാണ്
ലിയാഖത്ത് അലി തൻ്റെ ശബ്ദരേഖയിൽ കൂടി പറയുന്നത്. ഈ ശബ്ദരേഖ സഫീന ബീവി തൻ്റെ യൂട്യൂബിൽ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അന്തർദേശീയ തലങ്ങളിൽ തന്നെ ഈ ഡോക്ടർ താലിബ് അബ്ദുൽ മോഹസിൻ്റെയും ഈ ആരിഫ് ഹുസൈൻ്റെയും ജാമിദിയ ടീച്ചറുടെയും ഒക്കെ സംഭവവികാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇത് അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗാങ്ങാണ് ഈ എക്സ് മുസ്ലിം ഗാങ് എന്ന് മനസ്സിലാകും. ഇവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വരുന്നത് എന്ന് വളരെ ദുരൂഹമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ആളുകളെ ക്യാച്ച് ചെയ്യുമ്പോൾ അത്രത്തോളം വലിയ ഓഫറുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പ്രത്യേകിച്ചും ഇത്തരം മതത്തിൻ്റെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ വിട്ടുപോകുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു പ്രോത്സാഹനം തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് നസ്രിയ സുൽത്താന എന്ന് പറയുന്ന ഒരു റീൽസ് താരം, അവർ മതം വിട്ടുപോയി, അവർ അന്യമതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. അപ്പോഴൊക്കെ കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങൾ കൊടുത്ത ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ചാക്കുകെട്ട് ഉപേക്ഷിച്ചു, സ്വതന്ത്രത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നുപോയി എന്നൊക്കെ കേരളത്തിലെ യൂട്യൂബർമാർ അവരെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്കകം വെറും 19 വയസ്സുള്ള മറിയം ജുമാന എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ മകൾ, ആ കുട്ടിയുടെ പിതാവ് ഉസ്താദ് കൂടിയാണ്. ആ കുട്ടി വിമാനം പറത്തി ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു, ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റി. പക്ഷേ ആ കുട്ടിക്ക് കിട്ടിയ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മതം വിട്ടുപോയ ഒരു റീൽസ് താരത്തിന് കിട്ടിയ പരിഗണന പോലും 19-ാം വയസ്സിൽ തൻ്റെ മതമനുശാസിക്കുന്ന അല്ലെങ്കിൽ താൻ ആത്മാവിലാവാഹിച്ച ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ താൻ ധരിച്ച വസ്ത്രം ധരിച്ച് വിമാനമോടിച്ച ഒരു വനിതയ്ക്ക് കിട്ടിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ വിട്ടുപോകുവാൻ ഈ അടുത്ത കാലത്ത് ആ സമുദായത്തിലെ വനിതകൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ്. ഒന്നുകിൽ ബിഗ് ബോസിൽ ചാൻസ് കിട്ടും, അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിൽ തങ്ങൾ പരിഗണിക്കപ്പെടും എന്നൊരു ധാരണ കൊടുക്കുവാൻ ചില ഇടങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിത് പറഞ്ഞു വരുന്നത്, എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ക്രോഡീകരണത്തിൻ്റെ ഫലമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതിനെവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വരുന്നത് എന്ന് അറിയില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. എങ്കിലും ഞാൻ പറയുന്നു, ഇത് വളരെ വലിയ ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൈസ വരുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളും ഇപ്പോൾ ഇതിൽ ആകൃഷ്ടരായിട്ടുണ്ട്. പ്രത്യേകിച്ചും വനിതകൾ സിനിമാ ഫീൽഡിലോ റീൽസ് ഫീൽഡിലോ ഒക്കെ അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറഞ്ഞു വിളിക്കുകയാണ്. പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇടങ്ങളിൽ ഇത്തരം മതം വിട്ടു പോകുന്ന വനിതകൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഞാനിപ്പോൾ അത്തരം വ്യക്തികളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഫാസിസത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാളേറെ കേരളത്തിൻ്റെ സമൂഹം അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമൂഹം എക്സ് മുസ്ലിങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അത്രമേലൊരു വലിയ സ്പോൺസർഷിപ്പും ഒരു ഭീകരവാദ സ്വാധീനവും അവരുടെ കയ്യിലുണ്ട് എന്ന സത്യം സത്യമായി തന്നെ നിൽക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.